വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. യെസ്, നമ്മുടെ EVSലെ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും പഠിച്ച് സെറ്റായിട്ട് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് മിസ് ഇതാ വന്നിട്ടുള്ളത് നമ്മുടെ EVSലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിരുന്നു വാട്ട് ഇഫ് ഇറ്റ് ഫിനിഷസ് അല്ലേ. ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഇതാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആനുവൽ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് യെസ്, ഈ ഒരു പോർഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്നും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മക്കൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാ ഇവിടെ കുറേ വെഹിക്കിൾസ് കാണുന്നുണ്ട് അല്ലേ, കുറേ വാഹനങ്ങൾ കാണുന്നുണ്ട്. നമ്മളൊരു സിഗ്നലിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ഒക്കെ ഉള്ള ഒരു ടൗണൊക്കെ ആണെങ്കിൽ ഇതാ ഇതേപോലെ നിറയെ തിരക്ക് അല്ലെങ്കിൽ നിറയെ വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ വെഹിക്കിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബസ് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഓട്ടോ ആയിക്കോട്ടെ അല്ലേ, ഏത് ബസ്സാണെങ്കിലും ഏത് വെഹിക്കിൾ ആണെങ്കിലും ശരി, നമുക്ക് എല്ലാവർക്കും ഗുണം തന്നെയാണ് അല്ലേ. നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള ആളുകളാണ് ഈ പറയുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ ഈ പറഞ്ഞ വെഹിക്കിൾസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള എയർ പൊല്യൂഷനും വരുന്നുണ്ട് അല്ലേ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സ്മോക്കൊക്കെ വെച്ച് നമുക്ക് വരുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ, ഹോൺ അടികൾ, ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. സ്റ്റിൽ എന്താണ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ള, ഒരുപാട് യൂസസ് ഉള്ള ഒരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയല്ല, പകരം എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയധികം വെഹിക്കിൾസ്, ഇത്രയധികം വാഹനങ്ങൾ നമുക്കുണ്ട് അല്ലേ. ഈ വാഹനങ്ങളൊക്കെ ചുമ്മാ സഞ്ചരിക്കുമോ? ഇല്ല. നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. അതേപോലെയാണ് നമ്മുടെ വാഹനങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മൾ ഫ്യൂവൽ കൊടുക്കണം അല്ലേ. അതിന് വർക്ക് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫ്യൂവൽ ഉണ്ട്. പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാ നമ്മുടെ കാർ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ജീപ്പ് ആയിക്കോട്ടെ, പെട്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പെട്രോൾ പമ്പിൽ കയറ്റാറുണ്ട്. എന്നിട്ട് പെട്രോളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡീസലോ ആയിക്കോട്ടെ നമ്മൾ അതിനകത്ത് നിറച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്യൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഫ്രം വേർ ഡു വി ഗെറ്റ് പെട്രോൾ ആൻഡ് ഡീസൽ? ഈ പറഞ്ഞ പെട്രോളും ഡീസലും എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ, ഈ ഫ്യൂവൽ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മളിതാ പറയാൻ പോകുന്നത്. യെസ്, ട്രഷർ ഫ്രം ദ എർത്ത് അല്ലേ. പെട്രോളിയം നമ്മളിതാ ജനറൽ ആയിട്ട് പറയാണ് പെട്രോളിയം അല്ലേ, അല്ലെങ്കിൽ പെട്രോളിയത്തിന് തന്നെ നമ്മൾ പറയുന്ന പേരാണ് ക്രൂഡ് ഓയിൽ. ഓഗസ് ഡീപ് ഡൗൺ അണ്ടർ ദ എർത്ത്, നമ്മുടെ ഭൂമിയിൽ വളരെ 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 അടിയിലായിട്ട് ഈ പറയുന്ന പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദ റിമൈനിങ് ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഭൂമിക്കടിയിൽ എർത്തിന്റെ ഉള്ളിലായിട്ട് ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫ്രം ലിവിങ് ഓർഗാനിസം. എന്നാൽ ഇത് ഒരിക്കലും എന്തല്ല, ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. വളരെ സ്ലോ ആയിട്ട് നാച്ചുറലി നടക്കുന്ന, അതായത് വളരെ സ്ലോ എന്ന് പറയുന്ന സമയത്ത് മില്യൺസ് ഓഫ് ഇയർ എടുത്തിട്ട് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന പ്രോസസ്സിലൂടെയാണ് ഈ പറയുന്ന പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നമ്മുടെ എർത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് എവ്രിവെയർ അല്ലെ, എല്ലായിടത്തൊന്നും ഇത് എന്ത് ചെയ്യാറില്ല, കാണാറില്ല. അപ്പോൾ ഇതുള്ള സ്ഥലം കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അവിടുന്ന് മൈനിങ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്രൂഡ് ഓയിൽ, ഈ പറഞ്ഞ പെട്രോളിയം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാ നമ്മളോട് പറയാണ്, ഇറ്റ് ഈസ് ഫ്രം ദ പെട്രോളിയം ഓർ ഓയിൽ ദാറ്റ് വി ഗെറ്റ് കെറോസിൻ, ഡീസൽ, പെട്രോൾ, എഞ്ചിൻ ഓയിൽ, ഫ്യൂവൽ ഫോർ എയർക്രാഫ്റ്റ് എക്സെട്ര അല്ലേ. ഈ പറയുന്ന ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ പെട്രോളിയം എന്ന് ജനറലി നമ്മൾ പറഞ്ഞില്ലേ, ഈ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, കെറോസിൻ ആയിക്കോട്ടെ, എഞ്ചിൻ ഓയിൽ ആയിക്കോട്ടെ അല്ലേ, അങ്ങനെയുള്ള ഫ്യൂവൽ എല്ലാം എന്താണ്, പറയുന്ന ക്രൂഡ് ഓയിലിൽ നിന്ന്, പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. LPG എന്താണ്? LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ, കുക്കിംഗ് ഗ്യാസ് ആണ്. നമ്മൾ കുക്കിംഗ് ഫ്യൂവൽ എന്ന് പറയുമല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടത്. വാക്സ്, കോൾ ടാർ, ഗ്രീസ് ആർ ഓൾസോ ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കെറോസിനും പെട്രോളും ഡീസലിനും ഒക്കെ പുറത്തായിട്ട് നമ്മുടെ LPG ആയിക്കോട്ടെ, വാക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. It is also used in making several other things like plastic and paints അല്ലേ. അപ്പോൾ ഫ്യൂവൽ എന്നുള്ളതിനപ്പുറത്തായിട്ട് പ്ലാസ്റ്റിക്, പെയിൻറ്റ്സ് പോലെയുള്ള ആളുകളുടെയൊക്കെ മാനുഫാക്ചറിനും ഈ പറഞ്ഞ ആളുകൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇതെന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സിലൂടെ മാത്രം ഫോം ചെയ്യുന്നതാണ് അല്ലേ. അതായത് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അതിനെ എങ്കിൽ, നമ്മൾ ചുമ്മാ ഒരുപാട് രീതിയിൽ നമ്മളിതൊക്കെ വേസ്റ്റ് ആക്കുന്നുണ്ട്.
ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവിടെ ഫോം ചെയ്യണമെന്നില്ല. കാരണം അത്രയും സ്ലോ ആയിട്ട് മില്യൺസ് ഓഫ് ഇയർ എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ലേ. അപ്പോൾ അത്രയും വർഷങ്ങൾ അതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇത് തീർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം, അതായത് പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, കെറോസിൻ ആയിക്കോട്ടെ, നമ്മൾ പറഞ്ഞിട്ടുള്ള LPG ആയിക്കോട്ടെ, വാക്സ് ആയിക്കോട്ടെ, എല്ലാം എന്താണ് ഈ ക്രൂഡ് ഓയിലിൽ നിന്ന്, ഈ പറഞ്ഞിട്ടുള്ള പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാ നമ്മളോട് പറയുവാണ്, ഈ പറയുന്ന പെട്രോളിയം പ്രൊഡക്റ്റ് എല്ലാം തന്നെ എന്താണ്, ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് അവിടെ ഫില്ല് ചെയ്ത് വരുന്നൊന്നുമില്ല. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അത് ഫില്ലാവുന്നില്ല. നമ്മൾ പറഞ്ഞില്ല, അത് ഫില്ലാവണമെങ്കിൽ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ദിവസം ഈ പറയുന്ന പോലെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഫോം ചെയ്യുന്ന കാര്യമല്ല അല്ലേ. അത് എന്ത് ചെയ്യണം, അത് മണ്ണിൽ കിടന്ന് ഒരുപാട് വർഷമെടുത്ത് മില്യൺസ് ഓഫ് ഇയർ എടുത്ത് മാത്രമേ ഈ പറഞ്ഞ ക്രൂഡ് ഓയിലും പെട്രോളിയം പ്രൊഡക്റ്റും ഒക്കെ ഫോം ചെയ്യുന്നുള്ളൂ. സോ ദ പെട്രോൾ ആൻഡ് ഡീസൽ വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ അല്ലെ. എല്ലാ കാലത്തും ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. സേവ് ഇറ്റ് ഫോർ യുവർ ചിൽഡ്രൻ. അതായത് നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി നമ്മൾ അത് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വെഹിക്കിൾസ്, ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഒരാൾക്ക് യാത്ര ചെയ്യാൻ തന്നെ നമ്മൾ ഒരുപാട് പേര് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ പെട്രോളോ ഡീസലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊന്നും എന്തല്ല, ഇതൊന്നും ഫുൾ ടൈം നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച്, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് തീർന്നു പോകുന്നുണ്ട്. സോ നമ്മൾ അത് എന്ത് ചെയ്യുക, കെയർഫുൾ ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. മേക്ക് എവറി ഡ്രോപ്പ് ഗോ എ ലോങ് വേ. സ്വിച്ച് ഓഫ് ദ എൻജിൻ വെൻ യു സ്റ്റോപ്പ് ദ കാർ അല്ലേ. നമ്മളോട് എന്താണ്, ഒരു പോസ്റ്റർ പോലെയാണത്. അതായത് നമ്മളോട് പറയുവാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നിങ്ങളാണ് ഇപ്പോൾ എന്താണ്, നമ്മുടെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, ഇതൊക്കെ ശീലിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷന് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന റിസോഴ്സ് ഒന്നും കിട്ടാത്തതായിട്ട് വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ അത്രയായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.